ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാണ്ടറിങ് ജൂ ചെടി വെച്ച് ചെയ്യുന്ന 4 ഐഡിയകളാണ്. നമുക്ക് ഒന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് 3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കല്ല് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല കളറുള്ള കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ കുറച്ച് വാണ്ടറിങ് ജൂ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഇത് തണ്ടിന് കുറച്ച് നീളമുള്ള കട്ടിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് വെച്ച ശേഷം ഒരു ത്രെഡ് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ടാഗ് യൂസ് ചെയ്താലും മതി. നൂല് വെച്ച് കെട്ടുമ്പോൾ അതിൻ്റെ തണ്ട് കട്ടായി പോകാതെ നോക്കണേ. ഇതുപോലെ ഞാൻ 3 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ ബോട്ടിലോട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഒരു ഗപ്പിയെ വേണമെങ്കിലും വളർത്താം. അപ്പോൾ കൊതുക് വരുന്നുള്ള പേടിയും വേണ്ടേ. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ചിരട്ടയാണ്. ഇത് നമ്മൾ മണ്ണിനകത്ത് നടുന്ന രീതിയിലാണ് രണ്ടാമത്തെ ഐഡിയ ചെയ്യുന്നത്. നമുക്ക് ചിരട്ടയിലോട്ട് മണ്ണ് നിറച്ച് കൊടുക്കാം. മണ്ണും കുറച്ച് ചാണകവും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത ശേഷം ഹോൾസ് ഇട്ട് കൊടുക്കണേ. കുറേ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഹോൾസ് ഇട്ട ശേഷം നമുക്ക് ഇതിലോട്ട് മണ്ണ് നിറച്ച് കൊടുക്കാം. വാണ്ടറിങ് ജൂ ചെടി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. വാണ്ടറിങ് ജൂ ചെടി വെച്ച് വ്യത്യസ്തമായ ഐഡിയകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുവേ. മണ്ണ് മുഴുവനായിട്ടും നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ഇല വെച്ച് അടച്ചു കൊടുക്കാം. അത് കമിഴ്ത്തുമ്പോൾ അതിലെ മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ ആ ചിരട്ടയിലോട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തൂണ് പോലൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ട ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ചകിരിയും ചിരട്ടയുമുള്ള ഒരു തൊണ്ട് എടുത്താൽ മതിയേ. അതിലോട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് വാണ്ടറിങ് ജൂ ചെടികൾ എടുക്കാവേ. ഇത് വാണ്ടറിങ് ജൂ ചെടിയുടെ തണ്ട് നുള്ളി എടുത്തതാണ്. ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തണ്ടും എടുത്ത് നമ്മൾ ബോട്ടിലിൽ ഇട്ട ഹോൾസിലോട്ട് ഇതൊന്ന് കുത്തി കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഇതിങ്ങനെ കുത്തി കൊടുക്കണം. ഇത് ഹോൾസ് മുഴുവനായിട്ടും ഇതുപോലെ ഓരോ തണ്ടും എടുത്ത് കുത്തി കൊടുക്കണേ. ഇതുപോലെ വേസ്റ്റായി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഗാർഡനെ നമുക്ക് ഭംഗിയാക്കാൻ സാധിക്കുവേ. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലും ചിരട്ടയും ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വാണ്ടറിങ് ജൂ ചെടി ഇല്ലാത്ത വീട് എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഇല്ലേ. എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ചെടിയാണ് ഈ വാണ്ടറിങ് ജൂ ചെടി. ഇത് ഞാനിവിടെ മുഴുവനായിട്ടും കുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ചെറിയ ഒരു തൂണ് നിൽക്കുന്ന രീതിയിലാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഒരു പോട്ടിൽ ഇതുപോലെ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ പീസാണ്. ഇത് ഫ്രോക്കിൻ്റെ ഒക്കെ പീസാണ്. ഇതിലോട്ട് നമുക്ക് ഇനി മണ്ണ് നിറച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഫ്രോക്കിൻ്റെ ഒന്നും പീസ് ഇല്ലെങ്കിൽ പച്ച നെറ്റ് എടുത്താലും മതിയേ. അതായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ചാക്കില്ലേ, ഈ ഉള്ളിച്ചാക്ക് പോലത്തെ ചാക്കിൻ്റെ എടുത്താലും മതിയേ. ഇതുപോലെ ഇനി കെട്ടിക്കൊടുത്ത് നമുക്ക് ഇതിനെ ഒരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കണം.
ബോളാക്കുമ്പോൾ നമ്മുടെ പോട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് വേണം ബോളാക്കാൻ. ഞാനിത് കറക്റ്റ് അളവിലാണ് ഇവിടെ ബോളാക്കി എടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ബോളാക്കി എടുത്ത ശേഷം ഒന്ന് കെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് റെഡിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് വാണ്ടറിങ് ജൂവിൻ്റെ കട്ടിങ്ങുകളാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നുള്ളിയ കട്ടിങ് തന്നെയാണ് ഇതിനും ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി ഓരോ കട്ടിങ്ങും ഇതിലോട്ട് കുത്തി കൊടുക്കാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. നല്ല ബുഷിയായിട്ട് വാണ്ടറിങ് ജൂ ചെടി വളർത്തണമെന്നുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയാണ്. ഇതുപോലെ കുറേ പോട്ടിൽ സെറ്റ് ചെയ്ത് നിരത്തി വെച്ചാൽ നല്ല ഒരു ലുക്ക് കിട്ടുവേ. ഇനി നമുക്ക് നാലാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിക്കിളിൻ്റെ ഒക്കെ ഒരു ബോട്ടിലാണ്. അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളത്തിൽ വെക്കുന്ന ഒരു ഐഡിയയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കമ്പി നെറ്റിൻ്റെ പീസാണ്. അതിനെ ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തിനനുസരിച്ച് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് കുറച്ച് വാണ്ടറിങ് ജൂവിൻ്റെ തണ്ടുകൾ ആവശ്യമാണ്. ചെറിയ നീളമുള്ള തണ്ടുകൾ വേണേ ഇതിനെ എടുക്കാൻ. ഇതിൻ്റെ അടിഭാഗത്തെ ലീഫ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഓരോ തണ്ടും ഇതിലോട്ട് കുത്തി കൊടുക്കാം. വാണ്ടറിങ് ജൂ ചെടി എന്ന് പറയുമ്പോൾ വലിയ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. ഇനിയിപ്പോൾ ഒരു വളവും ചേർക്കാതെ ചുമ്മാ മണ്ണിലിട്ടാലും കിളുത്ത് വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ വാണ്ടറിങ് ജൂ ചെടിയെ. ഇതുപോലെ നമുക്ക് ഓരോ തണ്ടും ഇതിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാൻ. നമുക്ക് കിച്ചണിലൊക്കെ ഇതുപോലെയൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകുവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഓരോ തണ്ടും ആ കമ്പിയുടെ ഇടയിൽ കൂടി ഇട്ട് കുത്തി റെഡിയാക്കി കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ആ ബോട്ടിലിനുള്ളിൽ നല്ല കളർ കല്ലുകളൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാകുവേ. ഇതിപ്പം റെഡിയായി വന്നിട്ടുണ്ട്. വാണ്ടറിങ് ജൂ ചെടി വെച്ച് ഞാൻ ചെയ്ത 4 ഐഡിയകളിൽ നിങ്ങൾക്ക് ഏത് ഐഡിയയാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് എന്തായാലും ഈ ബോൾ ഐഡിയയാണ് കൂടുതൽ ഇഷ്ടമായത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മിനി അക്വേറിയം ആയിട്ട് വേണമെങ്കിലും സങ്കല്പിക്കാവേ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഗപ്പീനെയൊക്കെ വളർത്താൻ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.